മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ആദിലയുടെയും നൂറയുടെയും ശത്രുപക്ഷത്തുള്ള 1-2 പേരിൽ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അക്ബർ. ഇവര് അക്ബറിനോട് സംസാരിക്കുകയും കളിച്ചു ചിരിച്ചു നിൽക്കുകയും ചെയ്യുമെങ്കിലും പുറകിൽ നിന്നും കുത്താൻ ഒരു അവസരം കിട്ടിയാൽ ഇവർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും ഇവർക്ക് അക്ബറിനെ ഒരു വിശ്വാസവുമില്ല, ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. നൂറ ഇപ്പോൾ ആദിലയോട് പറയുന്നത് അക്ബറിനെ നമ്മൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. രാവിലെ നീയും അനീഷേട്ടനും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും അക്ബർ അതിനിടയിൽ കയറി സംസാരിക്കുന്നുണ്ടായിരുന്നു, പ്രോബ്ലം ഉണ്ടാക്കുവാൻ നോക്കുന്നുണ്ടായിരുന്നു. നൂറ അങ്ങനെ പറയാൻ കാരണം രാവിലെ ആദിലയും അനീഷും തമ്മിൽ ഒരു ചർച്ച പോകുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അക്ബർ കയറി ഇടപെട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു, PR ചെയ്യുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല, പിന്നെ നീ എന്തിനാണ് പ്രൊവോക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദിലയോട് ഒരു ടോക്ക് പോയിരുന്നു. അതിനെക്കുറിച്ചാണ് നൂറ ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് നൂറ പറയുന്നുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ അയാൾ അത് നമ്മുടെ തലയിലാക്കും. ഉടനെ ആദില പറയുന്നത്, ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ബിന്നിയോടാണ്. താങ്ക് യു ബിന്നി, ഞാൻ അയാളെ ഇത്രയും വെറുക്കാൻ കാരണം ബിന്നിയാണ്, അവളാ മൊത്തത്തിൽ വെറുപ്പിച്ചത്. ബിന്നി ഫൈനൽ 5 ഉണ്ടാകുമെന്ന് വിചാരിച്ചു, എക്സ്പെക്റ്റ് ചെയ്തുവെന്ന് നൂറ പറയുന്നു. ഇവിടെ PR സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും നിൽക്കാനൊക്കെ പറ്റും. ബട്ട് ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. ഇവിടെ പലർക്കും PR-ഉം ആർമിയും ഒക്കെയുണ്ട്. പുറത്ത് നമ്മുടെ കാര്യം എന്താകുമോ എന്തോ, നമുക്ക് ഫാൻസ് ഉണ്ടാകുമോ എന്നൊക്കെ നൂറ ആദിലയോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നൂറ തന്നെ പറയുന്നു, നമുക്ക് പുറത്തും അകത്തുമൊക്കെ പലതും ഫേസ് ചെയ്തിട്ട് വന്നാണ്. ലക്ഷ്മിയെ പോലെ പലരെയും നമ്മൾ ഫേസ് ചെയ്തു. പുറത്തിറങ്ങിയാലും നമ്മൾ സ്ട്രോങ് ആയി തന്നെ ഫേസ് ചെയ്യും. ഇവർ ഈ സംസാരിക്കുന്നതിനിടയിൽ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പോൾ നൂറ ഉടനെ ആദിലയോട് പറയുന്നുണ്ട്, അക്ബറിൻ്റെ ഡ്രസ്സ് പുറത്ത് കിടക്കുക, അക്ബറിനോട് പറയണ്ടേ? ഉടനെ ആദില പറയുന്നത്, എന്തിന്? ആദില കാരുണ്യ പ്രവർത്തനം നിർത്തി, ഇനി ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. എന്തായാലും പുതിയ ഗെയിം പ്ലാനുകളുമായിട്ടാണ് ഇപ്പോൾ ആദിലയും നൂറയും ഇരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.